ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും അഗസ് ഗെയിമിൻ്റെ മറ്റൊരു വീഡിയോ എല്ലാം മറ്റവർക്ക് സ്വാഗതം ഗൈസ്. നമ്മളിന്ന് GTA 5 ഒരു കിഡായിട്ടാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. കിഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രാങ്കിൻ്റെ ഒരു കസിനാണ് ഗൈസ്. അപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഗൈസ്. ഇതെന്താ ഇവിടെ മൊത്തം വെള്ളപ്പൊക്കമായി, മഴയായിരുന്നു മൊത്തം. അപ്പം വെക്കേഷൻ ആയതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഫ്രാങ്ക്ലിൻ പക്ഷേ ഇപ്പോൾ ഇവിടെ ഇല്ല. ഫ്രാങ്ക്ലിൻ തൊട്ട് കൂറനാണ് പോയി. ഇപ്പം നമ്മളിവിടെ ഒറ്റക്കായി. പക്ഷെ ഫ്രാങ്ക്ലിൻ നമ്മളോട് ഭയങ്കര പുച്ഛമാണ് ഗൈസ്. എന്താണെന്നറിയത്തില്ല, നമ്മളിച്ചിരി പാവപ്പെട്ടവനായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്. കുഴപ്പമില്ല, സ്റ്റോപ്പിനൊന്നും കാണുന്നില്ല. സ്റ്റോപ്പിനെയും കൊണ്ടുപോയെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പം നന്നായില്ലേ, ഒന്ന് കറങ്ങാനൊക്കെ പോകണം ഗൈസ്. ഇവിടേക്ക് ഒന്ന് ചുറ്റി കാണണം ഗൈസ്. ഇപ്പോൾ പറയാൻ മറന്നു ഗൈസ്, ഇപ്പോഴും വീഡിയോ ലൈക്ക് അടിക്കാത്തവരെല്ലാവരും ലൈക്ക് അടിക്കുക ഗൈസ്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എല്ലാം ചെയ്യണം ഗൈസ്. നമുക്ക് എന്തായാലും ഈ ഫ്രാങ്കിൻ്റെ കാറുണ്ട്, ഇതെന്തായാലും എടുത്തുകൊണ്ട് പോകാം. നമ്മുടെ കിഡിന് എത്രയാ 16 വയസ്സാണ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഈ രാജ്യത്തൊക്കെ 16 വയസ്സിലാണ് ലൈസൻസ് എടുക്കുന്നത്. നമുക്കെന്തായാലും ബീച്ചിലോട്ട് പോകണം. പിന്നെ നമുക്കൊരു ആഗ്രഹം കൂടെ ഉണ്ട് ഗൈസ്, നമുക്കൊരു ലോട്ടറി എടുത്ത് പോകണം. കാരണം ഫ്രാങ്കിന് നമ്മളോട് ഭയങ്കര പുച്ഛം, എങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെറ്റായിരിക്കും ഗൈസ്. അപ്പം നമുക്കൊരു ലോട്ടറി ഒപ്പിക്കാമെന്ന് നോക്കാം. പക്ഷെ നമ്മുടെ പൈസ ഒന്നും ഇല്ല. ലോട്ടറി അങ്ങനെ ഒപ്പിക്കുമെന്ന് എനിക്കൊരു പിടിയില്ല. ഫ്രാങ്ക്ലിൻ നമുക്ക് 1 രൂപയും തരാതെയാണ് ഗൈസ് പോയത്. അപ്പം എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഫ്രാങ്ക്ലിനപ്പം എനിക്ക് കുറച്ച് നാളെടുക്കും വരാനായിട്ട് ഇങ്ങോട്ട്. ഏതോ രാജ്യത്തോട്ടാണ് പോയേക്കുന്നത് ടൂറ്. അപ്പം എനിക്കറിയത്തില്ല ഗൈസ് അപ്പം എപ്പോൾ വരുമെന്നൊന്നും. നമ്മുടെ കയ്യിലാണെങ്കിൽ മൊബൈൽ പോലും ഇല്ല ഗൈസ്. എന്ത് ചെയ്യാനാ, നമ്മുടെ മൊബൈലും ഇല്ല, ഒന്നുമില്ല. ഇനി എന്തായാലും നമ്മുടെ ഇങ്ങോട്ട് പോകാം, ബീച്ചിൻ്റെ അങ്ങോട്ട് എന്തായാലും നമുക്ക് ആദ്യമേ പോകാം ഗൈസ്. നമ്മുടെ ബീച്ചിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എന്തോ കാർണിവൽ നടക്കുമെന്ന് തോന്നുന്നു. നല്ല കാലാവസ്ഥ ഗൈസ്. അപ്പം നമ്മളിത് ഇങ്ങോട്ട് വല്ല നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യണമല്ലോ. ഫ്രാങ്കിൻ്റെ കാറാണ് ഗൈസ്. വല്ല പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നെ കൊല്ലും. ഒന്നാമത് ഫ്രാങ്കിൻ്റെ ഭയങ്കര പുച്ഛമാണ് ഗൈസ് നമ്മളോട്. മോനെ ഗൈസ് കണ്ട, നമ്മുടെ ബാഗിൻ്റെ അകത്ത് നമ്മളിങ്ങനെ ബാഗ് പണി നടക്കത്തുള്ളൂ ഗൈസ് അവിടെ പോയാലും. അങ്ങനെ ഒരു ഇതായിപ്പോയി. ഇന്ന് സ്കൂളുണ്ടായിരുന്നു, നമ്മൾ പോയില്ല ഗൈസ്. പയ്യെ കട്ട് ചെയ്ത് ഗൈസ്. ഫ്രാങ്കിളിന് ഇവിടെ കൊണ്ടൊരു ഇത് കൊടുത്ത് ഇവിടെ കൊണ്ടൊരു സ്കൂളിൽ ചേർത്ത് നമ്മളാ ഗൈസ്. എനിക്കൊരു ഹോട്ട് ഡോഗ് വേണമെന്നാണ് ഗൈസ്. പക്ഷെ എന്നോട് ചോദിച്ചു നോക്കില്ല. ചേട്ടാ 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 ഒരു ഹോട്ട് ഡോഗ് തരാൻ പറ്റുമോ? എൻ്റെ പൈസ ഇല്ല. ഫ്രീ ആയിട്ടൊന്നും തരാൻ പറ്റുമോ? വിശക്കുന്ന ചേട്ടാ. ഫ്രീ ആയിട്ടൊന്നും തരാൻ പറ്റത്തില്ല. പോടാ. പുള്ളിക്ക് ഇങ്ങനെ ചാടയാ പോകാൻ പറ, അങ്ങനെ തരാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു ലോട്ടറി എടുക്കാനായിട്ട് വലിയ പൈസ ഇല്ല. എൻ്റെ ചേട്ടൻ്റെ അടുത്ത് വല്ല ചോദിച്ചു നോക്കാം കഴിച്ചിട്ട് ലോട്ടറി തരുവാണ്. ചേട്ടാ ലോട്ടറി അല്ലേ ലോട്ടറി? ചേട്ടാ എൻ്റെ 50 രൂപയൊന്നും ഇല്ല ചേട്ടാ. പക്ഷെ ഒരു ലോട്ടറി ഫ്രീ ആയിട്ട് തരാൻ പറ്റുമോ? ലോട്ടറി അടിച്ചു കഴിയുമ്പോൾ പകുതി എനിക്ക് തരണം കേട്ടോ. ചേട്ടാ പകുതി ഉറപ്പായിട്ടും തരും. ഒരു ലോട്ടറി തരുമോ പ്ലീസ്? ഓ താങ്ക് യു ചേട്ടാ. യെസ് ഗൈസ്, ആ ചേട്ടൻ്റെ ഡിമാൻഡ് ഇപ്പം തന്നെ കൊടുക്കാം. പോടാ വരുന്നത് ചേട്ടൻ പറയാം ഗൈസ്, ലോട്ടറി എൻ്റെ പകുതി അടിച്ചു കഴിഞ്ഞാൽ പകുതി കൊടുക്കണോ? എന്തായാലും നമ്മളപ്പം വാങ്ങിച്ചിട്ടുണ്ട് ലോട്ടറി. ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഗൈസ്. അടിച്ചു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇപ്പം നമുക്കിനി ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല ഗൈസ്. ഗൈസ് അപ്പം നമ്മൾ ഇച്ചിരി ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പം എന്തായാലും സമയം ഒരുപാടായി. നമുക്ക് എന്തായാലും ഇപ്പോൾ വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് പോയിട്ട് ഈ ലോട്ടറിയുടെ റിസൾട്ട് ആണെന്ന് അറിയത്തില്ലല്ലോ ഗൈസ്. നാളെ ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഫ്രാങ്കിൻ്റെ കാറ് കൊണ്ടിരട്ടെ. ഇല്ലേ പിന്നെ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ ഫ്രാങ്കിൻ്റെ കാറിട്ടൊന്ന് കിടന്ന് ഉറങ്ങാം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് നമ്മുടെ വീട്ടിലോട്ട് പോകാം ഗൈസ്. അയ്യോ ഓടിച്ച്, എൻ്റെ ദൈവമേ, ഞാൻ നോക്കാതെ ഓടിച്ചതാണ്. കുഴപ്പമില്ല, എന്തായാലും റെഡിയാക്കാൻ ഗൈസ്. പൈസ ഇല്ല പക്ഷേ എൻ്റെ കയ്യിൽ. ലോട്ടറി അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അവിടെ ആയിട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. പ്രശ്നമുള്ള അപ്പം ഓക്കെ, നമ്മുടെ വണ്ടി എന്നാലും ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ഗൈസ്. നമുക്കിനി അതോട്ട് കളിച്ച് കിടന്ന് ഉറങ്ങിയേക്കാം ഗൈസ് കുറച്ച് നേരം. എന്താ ഗൈസ്, എനിക്ക് വാതിൽ ആരോ കൂട്ടിക്കളഞ്ഞു പണ്ടാരം.
മറ്റേ ഫ്രാങ്ക്ലിൻ വാതിൽ കൂട്ടിയിട്ടാണ് ഗൈസ് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ പോയി കിടക്കണമല്ലോ. നമുക്ക് എന്തായാലും പോയി കിടക്കാം ഗൈസ് കുറച്ച് നേരം. ഓക്കെ ഗൈസ്, ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇപ്പോൾ എണീക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എണീറ്റിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ്, അപ്പോൾ ഇന്നാണ് ലോട്ടറിയുടെ റിസൾട്ട് അറിയുന്ന ദിവസം ഗൈസ്. ഗൈസ് എന്തൊരു കോള് ഗൈസ്, ഇവിടുത്തെ ഒരു ലാൻഡ് ഫോൺ ഉണ്ട് ഗൈസ്. അതിൻ്റെ അകത്ത് നിൽക്കുന്ന കോളാം എടുത്തു നോക്കാം. ഫ്രാങ്കിൻ്റെ വല്ല കൂട്ടുകാരി ഗൈസ് ആയിരിക്കും ഗൈസ്. നമുക്ക് എന്തായാലും പോയി എടുക്കാം. ഓ, ആരാണ്? ഇന്നലെ നിങ്ങളൊരു ലോട്ടറി എടുത്തില്ല? ലോട്ടറി ലോട്ടറി എടുത്തായിരുന്നു. അതിനുണ്ട് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ട്. നിങ്ങൾ ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടി ലോട്ടറി എടുത്ത സ്ഥലത്തോട്ട് പോകേണ്ടതാണ്. എനിക്കാണ് അടിച്ചത്. എത്ര രൂപയാണ് അടിച്ചത്? അടിച്ചത് എത്ര രൂപയാണ്? ഫസ്റ്റ് പ്രൈസ് ആണ് അടിച്ചത്. എത്ര രൂപ നോക്കിയാൽ മതി, അവിടെ ചെന്ന് അറിയാൻ പറ്റും. ലോട്ടറിക്കകത്തുണ്ട് എത്ര രൂപ. ഓക്കെ ശരി. ലോട്ടറി അടിച്ചത് ഈ ചെറുക്കനാണ് ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്കിപ്പോൾ നമ്മുടെ പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് പോകണം ഗൈസ്. നമ്മുടെ ലോട്ടറി എടുത്ത സ്ഥലത്തോട്ട് പോകണം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളിനി കുറേ സാധനങ്ങളൊക്കെ വാങ്ങും ഗൈസ്. ഇനി ഇവിടെ കിടക്കേണ്ട ആവശ്യമില്ല. ഫ്രാങ്കിൻ്റെ പൂച്ചൊന്നും ഇനി കേൾക്കണ്ട ഗൈസ്. നമുക്കെന്തായാലും അങ്ങോട്ട് പോകാം, നമ്മുടെ ലോട്ടറി എടുത്ത സ്ഥലത്തോട്ട്. ഓ ഗൈസ്, അപ്പം ഞാൻ അവിടം വരെ പോകണമല്ലോ. നമുക്ക് ഈ കാർ എടുത്തോണ്ട് തന്നെ പോകാം ഗൈസ്. നമുക്ക് ഈ കാറിന് ഇടിച്ചാലും കുഴപ്പമില്ല, ഇത് റെഡിയാക്കി കൊടുക്കാം. നമുക്ക് ഇത്രയും പൈസ ഉണ്ട് ഗൈസ് അറിയില്ലേ. നമുക്ക് എന്തായാലും നമ്മുടെ പൈസ വാങ്ങിച്ചിട്ട് വരാൻ പോയിട്ട് എന്തായാലും. ഓ പൊളി ഗൈസ്. അപ്പോൾ നമ്മൾ പൈസയൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ഇങ്ങോട്ട് വന്നായിരുന്നു ഗൈസ്. അപ്പം ആ ചേട്ടൻ എനിക്ക് ചോദിച്ചു പകുതി പൈസ തരാൻ. ഞാൻ പോടാന്ന് പറഞ്ഞ് പോകുന്നു ഗൈസ്. എന്തായാലും നമുക്കിനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം ഗൈസ്. നമുക്ക് എന്തായാലും ഇപ്പം മൊബൈലിൽ നിന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി എൻ്റെ മൊബൈലില്ല ഗൈസ്. അപ്പം ഫ്രാങ്കിലെ വലിയൊരു ലാപ്ടോപ്പ് ഇരിപ്പുണ്ട്, നമുക്ക് അതിൽ നിന്ന് പോയി ഓർഡർ ചെയ്യാം. ഓ ഗൈസ്, അപ്പം പൊളി. നമുക്കപ്പോൾ ഇനി എന്താണ് നടക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ കണ്ടറിയുക ഗൈസ്. പൊളിയായിരിക്കും. അവിടെ അത്രയ്ക്ക് പൈസയുണ്ട്. നമ്മളിപ്പം ലോകത്തിലെ തന്നെ, അതായത് ലോസ് ആഞ്ചലസിലെ തന്നെ റിച്ചസ്റ്റ് കിഡായിട്ടാണ് ഗൈസ് മാറിയിരിക്കുന്നത്. എന്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാം ഗൈസ്. നമുക്ക് കുറച്ച് കാറൊക്കെ ഓർഡർ ചെയ്യണം ഗൈസ്. പിന്നെ ഈ വീട്ടിൽ നിന്ന് മാറണം ഗൈസ്. നമുക്ക് പുതിയ വീട് വെക്കണം. എന്തായാലും എല്ലാം സെറ്റ് ചെയ്യാം ഗൈസ്. എന്തായാലും നമുക്കിപ്പോൾ വീട്ടിലോട്ട് പോകാം ഗൈസ്. ഇത് ഗൈസ് നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് സാധനങ്ങളൊക്കെ പോയി ഓർഡർ ചെയ്യാം ഗൈസ്. എൻ്റെ മോനെ, നമ്മുടെ റിച്ചസ്റ്റ് കിഡാണ് ഗൈസ് ഈ നടന്നു പോകുന്നത്. പൊളി. ഇനി നമ്മൾ ആർക്കും തടയാൻ പറ്റത്തില്ല. ഇനി എനിക്കൊന്നിപ്പം ലോകത്തിലല്ലോ ലോസ് ആഞ്ചലസിൻ്റെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് കിഡ് ഇവനാണ് ഗൈസ്. അതേണ്ട് ഗൈസ് നമ്മുടെ ലാപ്ടോപ്പ്. നമുക്ക് ഈ ലാപ്ടോപ്പിൽ നിന്ന് കയറിയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യാം ഗൈസ്. ആദ്യമേ തന്നെ നമുക്ക് കാറ് വേണം ഗൈസ്. നല്ലൊരു കാറ് നല്ലോണം ഗൈസ്. നമുക്കൊരു ഫെറാറി കിടപ്പുണ്ട്. നമുക്കൊരു ഫെറാറി നമുക്ക് റെഡ് ഒരെണ്ണം ഓർഡർ ചെയ്യാം ഗൈസ്. ഗൈസ് പർച്ചേസ് ഫെയിൽഡെന്ന് കാണിച്ചു ഗൈസ്. അതിൻ്റെ പോലെ എററായിരിക്കും ഗൈസ്. നമുക്ക് വേണം പ്ലെയിനൊക്കെ വേണം വാങ്ങാം. ഇത് ഹെലികോപ്റ്റർ വാങ്ങിച്ചോല്ലേ. 5 കോടി 5 മില്യൺ എത്രയാ? 50 ലക്ഷം. അയ്യേ, $50 ലക്ഷം വാങ്ങിച്ച നമ്മള് ഗൈസ്. പർച്ചേസ് ഫീൽഡ് എന്തോ ബഗ്ഗാണ് ഗൈസ്. നോക്കേണ്ടത് സാധനമൊക്കെ ഒന്നുകൂടി വിടാം. ഇത്രയേ ഉള്ളു. എന്തായാലും നമുക്കെന്തായാലും വീട് വാങ്ങണം ഗൈസ്. അപ്പോൾ വീടിൻ്റെ കാര്യം ഇപ്പം എങ്ങനെ നമ്മൾ വിളിച്ച് പറയും ഗൈസ്? നമുക്ക് ലാൻഡ് ഫോണിൽ നിന്ന് വിളിച്ച് പറയാം ഗൈസ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടി പുറത്താണ്, ഗ്യാരേജിലാണ് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇതാണ് ഫെറാറി. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തത് റെഡായിരുന്നു ഗൈസ്. പക്ഷെ വന്നപ്പോൾ ഇത് ബ്ലാക്ക് ആണല്ലോ. കുഴപ്പമില്ല. നമുക്കെന്തായാലും നമ്മുടെ വീടിൻ്റെ കാര്യമൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം വീട് എന്തോ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പം അങ്ങോട്ട് പോകണം. അപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഗൈസ് അങ്ങോട്ട്. അയ്യോ, ഇടിച്ച് ഗൈസ്. കുഴപ്പമില്ല, പൈസ അല്ലേ കിടക്കുന്നത് ഇഷ്ടം പോലെ, ഒരു പ്രശ്നവുമില്ല. നമുക്ക് എന്തായാലും നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് പോകാം. പക്ഷെ ഇപ്പോഴും ലൈക്ക് അടിക്കാത്തവരില്ല, ലൈക്ക് അടിക്കൂ ഗൈസ്. നമ്മുടെ ഈ റിച്ച് കിഡിന് വേണ്ടി ലൈക്ക് അടിക്കൂ ഗൈസ്. അപ്പം ഇങ്ങോട്ടാണ് ഗൈസ് പോകേണ്ടത്. നമ്മുടെ ഈ ഫ്രാങ്ക്ലിൻ അവിടെ കുറച്ചുള്ളൂ ഗൈസ്. നമ്മൾ ഫ്രാങ്ക്ലിൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് വേണം അവന് കാണിച്ച് കൊടുക്കാൻ നമ്മുടെ പവർ. അവിടെ
ഇനി ഗൈസ് അവിടെ വീടിനും പണി മൊത്തം കഴിഞ്ഞിട്ടില്ല ഗൈസ്. സ്വിമ്മിംഗ് പൂളിൻ്റെ ഒക്കെ എന്തോ പണി കഴിയാനുണ്ടെന്നായിരുന്നു ഇപ്പോൾ പറഞ്ഞത്. നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ ലാൻഡ് ഫോണിൽ കൂടെ വിളിച്ചായിരുന്നു ഗൈസ്. ഞാൻ റിച്ചുവിനൊരു മൊബൈലും കൂടെ വാങ്ങുന്നുള്ളൂ ഗൈസ്. നമുക്ക് എന്തായാലും ഒപ്പിക്കാം, വാങ്ങാം എന്തായാലും. നമുക്കിനി നമ്മുടെ വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് റിച്ച് കിഡിനൊക്കെ അവനെ റിച്ച് കിഡാണ് കേസ്. നമ്മുടെ റിച്ച് കിഡ് പൊളിയാ. ഇപ്പം റിച്ച് കിഡിനപ്പോൾ സ്കൂളിലൊക്കെ പോകുന്നുണ്ട് കേസ്. സ്കൂളിൽ നിന്നൊന്നും പോയിട്ട് പോലും ഇല്ല ഈ റിച്ച് കേസ്. ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്നതാണ് കേസ് നമ്മുടെ വീടപ്പം. ഓ ഇതിലും വഴിയാണെന്ന് തോന്നുന്നു ഇറക്കണ്ട. ഓക്കെ ഇതിലും വഴിയാണ്. എൻ്റെ മോനെ കേസ് നല്ല പ്രീമിയം സെറ്റപ്പ് വീടാണല്ലോ. അടിപൊളി കേസ്. നമ്മൾ എക്സ്ട്രാ കാറൊക്കെ വാങ്ങിച്ച് ഇവിടെ ഒരു മെക്കാനിക്ക് ആയിരുന്ന ഒരു പോർഷോ നന്നായിക്കൊണ്ടിരിക്കുകയാണ് കേസ്. തൽക്കാലത്തേക്ക് നമ്മുടെ ഫെറാറി ഇപ്പം ഇങ്ങോട്ട് ഇടാം അല്ലേ. ഇത് മര്യാദക്കൊന്ന് പാർക്ക് ചെയ്യാനും പറ്റുന്നില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഹലോ ഞാൻ പണി ചെയ്തോ ഞാനിഞ്ഞ് ഇവിടുത്തെ പുതിയ മുതലാളി. പണി ചെയ്തോ ഗൈസ്. അപ്പം നിങ്ങളെ കാണിക്കാനൊരു സംഭവം കാണിച്ചു തരാം ഗൈസ്. ഈ റൂം എന്തോന്നറിയാവാ, ഇതൊരു പ്രത്യേകത റൂമാണ്. ഇത് കയറണം, നിങ്ങൾ ലൈക്ക് അടിക്കുക ഗൈസ് പെട്ടെന്ന്. 1 2 3 ഗൈസ്. അപ്പോൾ നമ്മളിത് കയറാൻ പോകുകയാണ് ഗൈസ്. നിങ്ങൾ കണ്ടല്ലോ ഇച്ചിരി. യെസ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൈസയൊക്കെ വെച്ചേക്കുന്ന സ്ഥലം. ഇതണ്ട ഗോൾഡ് ബ്ലോക്സ്, മൊത്തം ഗോൾഡ്. ഇതേ പൈസകൾ നിറച്ച് ഗോൾഡ് പൈസ. ഇത് കണ്ട ഗൈസ്, മൊത്തം തോക്ക. പിന്നെ ഇതേ മേളിൽ നിറച്ച് ക്യാമറയൊക്കെ ഉണ്ട് ഗൈസ്. ഇങ്ങോട്ട് ആര് കയറിയല്ലോ അപ്പോൾ എനിക്കറിയാൻ പറ്റും ഗൈസ്. അത്രേ ഉള്ളു. നമുക്കിനി നമ്മുടെ വീട് കാണിച്ചു തരാം. മച്ചൻ്റെ പണിയെടുക്കുക വെച്ചാണേ കാർ റെഡിയൊക്കെ എനിക്ക് പുറത്തു പോകാനുള്ളതാണ്. പക്ഷെ അവനോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മൊത്തം സെറ്റാണ്. അപ്പോൾ ഇതിലും വഴി കയറി കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് കയറാമെന്നാണ് എൻ്റെ വിശ്വാസം ഗൈസ്. അല്ല ഗൈസ്, ഇവിടുന്ന് നേരെ അങ്ങോട്ട് നമ്മൾ ഇച്ചിരി പോകാനുണ്ട് ഗൈസ്. ഇവിടുന്ന് എന്തോ കയറാൻ പറ്റും എൻ്റെ മോനെ. ഓക്കെ അപ്പോൾ ഗൈസ് നമുക്കിനി ഇവിടുന്ന് അകത്തോട്ട് കയറാൻ പറ്റുമായിരിക്കണം. അതിനെ പറ്റും ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചില്ലി എന്ന സ്ഥലം ഗൈസ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ചില്ലി എന്ന സ്ഥലം. ഇവിടെ ബിയറൊക്കെ അടിക്കാനൊക്കെ സംഭവമുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂം ഗൈസ്. ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഇതാണ് നമ്മൾ ഉടുപ്പ് മാറുന്ന സ്ഥലമാണ് ഗൈസ്. ഇതാണ് നമ്മുടെ പ്രീമിയം സെറ്റപ്പ് ബാത്റൂം. കണ്ട ഇതൊക്കെ കണ്ട ബാട്ടപ്പൊക്കെ ഉണ്ട്. ബാട്ടപ്പ് കണ്ട. ഇത് ഇവിടെയാണ് പുറത്തുനിന്ന് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് കുളിക്കാനൊക്കെ പറ്റും. എല്ലാ രാജ്യങ്ങളും അല്ല പുറത്തെല്ലാ വ്യൂവും. പിന്നെ കേസ് നമ്മുടെ റൂമിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് കണ്ട മോനെ നല്ല പോടക്കിനൊരു സെറ്റപ്പാണ് കേസ്. ഇവിടെ നിന്ന് കാണാൻ നല്ല സുഖം. പിന്നെ നമ്മുടെ ഒരു പ്രൈവറ്റ് ഹെലികോപ്റ്റർ വാങ്ങിച്ചായിരുന്നു കേസ്. അവിടെ തന്നെ ഒരു മാനേജറിനെ നിർത്തിയിട്ടുണ്ട് ഞാൻ എല്ലാം നോക്കി നടത്താനൊക്കെ വേണ്ടി. ഇത് പിന്നെ നമ്മുടെ ഒരു ഇവിടെ ചില്ലാനുള്ള സ്ഥലമാണ് കേസ് കണ്ടാ. പിന്നെ ഇങ്ങോട്ട് കയറുമ്പം നമ്മുടെ ഹോം തിയേറ്റർ സെറ്റപ്പ്. ഇതൊക്കെ നമ്മുടെ ഇൻവിറ്റേഷൻ ചെയ്തേക്കുന്നതാണ് കേസ്. പണിക്കാരായിരുന്നു ഇവിടെ. ഞാൻ ഇവിടെ ഇൻവിറ്റേഷൻ ചെയ്തതാണ്, ഇവിടെ ഇൻവൈറ്റ് ചെയ്തതാണ് ഇങ്ങോട്ട് ഞാൻ. പിന്നെ കേസ് ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങാൻ നേരത്താണ് കേസ് വലിയൊരു സെറ്റപ്പ് ഉള്ളത് കേസ്. ഒരു വലിയൊരു പുറക്ക സാധനമാണ് കേസ്. ആദ്യം ഞാൻ ഇങ്ങോട്ട് പോയി കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. പണി കഴിഞ്ഞിട്ടില്ല, സെറ്റാക്കാനുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ഹോം തിയേറ്റർ. എൻ്റെ മോനെ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം തിയേറ്റർ. ഞാൻ നിറച്ചതേ കണ്ട ബിയറും സംഭവം ലേസും ഒക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. ഇതാണ് നമ്മുടെ ഹോം തിയേറ്റർ ഗൈസ് വരുന്നത്. പിന്നെ നമുക്ക് വേറെ നോക്കുമെങ്കിൽ തന്നെ മേലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ ഞാൻ നേരത്തെ കാണിച്ച് നമ്മുടെ ആൾക്കാരാണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് മേലോട്ട് കയറി കഴിഞ്ഞാലും ചില്ലാനായിട്ടൊരു സ്ഥലമൊക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മളൊരു മാനേജറാണ് ഗൈസ്. ഇത് നമ്മുടെ സ്റ്റാഫാണ്. അപ്പം ഇതുണ്ട്, ഇത് നമ്മുടെ PC സെറ്റപ്പാണ്. നമ്മൾ ഇച്ചിരി കൂടെ അപ്ഗ്രേഡ് ആക്കുന്നുണ്ട് ഈ PC സെറ്റപ്പ്. ഇതിലും വഴി നമ്മുടെ ക്യാമറയുടെ എല്ലാം കാണാൻ പറ്റും ഗൈസ്. ഇത് നമ്മുടെ കുറച്ച് പരിപാടിയൊക്കെയാണ്. ഇതിവിടെ ഒരു ലാപ്ടോപ്പൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടാ ഫുഡ് വിശക്കുന്നു. ഓമന ഇപ്പോൾ തരാം. പെട്ടെന്ന്. അപ്പോൾ ഈ ചേട്ടൻ ഫുഡ് ഉണ്ടാക്കി തരും ഗൈസ് നമുക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് ബോഡി ഗാർഡ്സിനെയൊക്കെ വെക്കണം ഗൈസ്. വെക്കണോ വേണമെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം നമ്മൾ ഈ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. യെസ്. അപ്പോൾ നമ്മുടെ പൂവർ കിഡ് റിച്ച് കിഡായിട്ടുണ്ട് ഗൈസ്. യെസ്. ഇനി ഫ്രാങ്കലിൽ നിന്നൊന്നും കേൾക്കണ്ടല്ലോ നമ്മൾ. അപ്പം ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.